ഉപതെരഞ്ഞെടുപ്പ് ആവേശത്തിൽ നിലമ്പൂർ UDF സ്ഥാനാർത്ഥിയെ ഇന്നറിയാം. കൊച്ചിയിൽ ചേരുന്ന യോഗം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച പട്ടിക ഹൈക്കമാൻഡിന് നൽകും. ആര്യാടൻ ഷൗക്കത്തിന്റെ പേരിന് തന്നെയാണ് സാധ്യത. മറ്റ് തർക്കങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനവും. പൊതുസമ്മതൻ മതി എന്ന നിലയിലാണ് ഇടതുപക്ഷത്തിൽ ധാരണ. BJP സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ആ വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്നതും നിർണായകമാണ്. വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ നിലമ്പൂർ UDF സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാന നേതാക്കളുടെ ചർച്ചകളിൽ ഷൗക്കത്തിന്റെ പേരിനാണ് മുൻതൂക്കം, അല്ലേ? ഗോപിക, തീർച്ചയായും ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റി നിർത്തിയ ഒരു ആലോചന ഈ ഘട്ടത്തിൽ UDF നടത്തുന്നില്ല, പ്രത്യേകിച്ച് കോൺഗ്രസ് നടത്തുന്നില്ല. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ ഒരുപക്ഷെ വിമത നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക UDF ക്യാമ്പിനുണ്ട്. പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്തിന്റെ നിലപാട് വ്യക്തമാക്കിയ ശേഷം തീരുമാനങ്ങൾ എടുക്കാവുന്ന തരത്തിൽ LDFും CPMും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും ഉടനെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരും. ആ ഒരു പശ്ചാത്തലത്തിൽ നേതാക്കൾക്കിടയിൽ അതൊരു പ്രശ്നങ്ങൾക്ക് കാരണമാകും അത്തരമൊരു തർക്കമുണ്ടായാൽ. അതുകൊണ്ട് അത്തരം തർക്കങ്ങൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നിലവിൽ സംസ്ഥാനത്ത് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ആര്യാടൻ ഷൗക്കത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്ന തരത്തിൽ ധാരണയുണ്ടാവും. KPCC അധ്യക്ഷൻ വ്യക്തമാക്കിയത് VS ജോയും ആര്യാടൻ ഷൗക്കത്തുമല്ല, മറ്റു ചില പേരുകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അത് സാധാരണഗതിയിൽ ഒരു പട്ടിക നൽകുമ്പോൾ 3 പേരുടെയെങ്കിലും പട്ടികയാണ് സാധാരണ ഹൈക്കമാൻഡിലേക്ക് നൽകുക. അത്തരത്തിലൊരു ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കണം അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ഏകദേശ ധാരണ ഈ ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലവിൽ UDFന് അനുകൂലമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അൻവറിന്റെ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിലമ്പൂരിൽ മത്സരിക്കണോ വേണ്ടയോ എന്നതിൽ BJPയിൽ 2 അഭിപ്രായമാണ്. ഇപ്പോഴത്തെ വശത്ത് നോക്കുകയാണെങ്കിൽ പൊതുസമ്മതൻ മതി എന്ന നിലയിലാണ് ഇടതുപക്ഷത്തിൽ ധാരണയായിരിക്കുന്നതും, അല്ലേ? CPMനെ സംബന്ധിച്ച അഭിമാന പോരാട്ടമാണ്. പ്രത്യേകിച്ച് PV അൻവർ മുന്നണി വിട്ടുപോകുകയും വലിയ രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഏറ്റവും ഒടുവിലും ആരോപണം ഉന്നയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ എങ്ങനെയെങ്കിലും മണ്ഡലം നിലനിർത്തുക എന്നുള്ളതാണ് CPMന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ പൊതുസമ്മതൻ എന്ന നിലയിലാണ്, അതായത് പാർട്ടി വോട്ടുകളും ഒപ്പം തന്നെ മറ്റു വോട്ടുകളും എല്ലാം തന്നെ ശേഖരിക്കുക എന്നുള്ളതായിരിക്കും CPM ഉദ്ദേശിക്കുന്നത്. മറുവശത്ത് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ തന്നെയാണ് BJP നിലപാടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തുന്ന കാര്യത്തിൽ അവർ ധാരണയിലേക്ക് എത്തില്ല. അങ്ങനെയാണെങ്കിൽ BJP വോട്ടുകൾ ആർക്ക് ലഭിക്കുമെന്നുള്ളതാണ്. കാരണം 8000-ലധികം വോട്ടുകളാണ് കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥി നേടിയത്. ആ ഒരു സാഹചര്യത്തിൽ ആ വോട്ടുകൾ നിർണായകമാണ്. 2700 ആയിരുന്നു അൻവറിന്റെ ഭൂരിപക്ഷവും. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമാകുക BJP നിലപാടുകൾ തന്നെയായിരിക്കും.